നമ്മുടെ പത്തരമാറ്റിൻ്റെ ഒരു അടിപൊളി പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ പ്രൊമോ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊമോ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ കുടുംബ സദസ്സ് കൂടിയിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ചുറ്റിന് നമ്മുടെ മുത്തശ്ശനൊപ്പം എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. മുത്തശ്ശനാണെങ്കിലുണ്ടല്ലോ ആള് ആകെ കലിപ്പിലാണ്. മുത്തശ്ശൻ അഭിയോട് ചോദിക്കുകയാണ്, നീ വരച്ച ആ ഡിസൈൻ ഒന്നുകൂടി വരയ്ക്കാൻ നിന്നെക്കൊണ്ട് പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അഭി പറയാണ്, അത് അന്ന് വരച്ചത് ഒരു തവണ വരയ്ക്കുന്നത് വീണ്ടും വീണ്ടും അതേപടി വരയ്ക്കാനൊന്നും പറ്റില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ്, അത് ശരിയാണ്, ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല, പക്ഷേ അതിൻ്റെ അടുത്തെങ്ങാനും എത്തിക്കാൻ നിന്നെക്കൊണ്ട് പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പക്ഷേ അതിന് നമ്മുടെ അഭി എന്ത് ഉത്തരമാണ് തരുന്നതെന്നുള്ള കാര്യം മാത്രം കാണിക്കുന്നില്ല. അതേസമയത്ത് മുത്തശ്ശൻ നയനയോട് ചോദിക്കുകയാണ്, നിന്നെക്കൊണ്ട് പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നയനെ മറുപടി പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ദേവയാനി ഇടയ്ക്ക് കയറി ചോദിക്കുകയാണ്, അല്ല നയനെ, നിന്നെക്കൊണ്ട് സാധിക്കുമോ? നീ ഈ പറയുന്ന ഡിസൈനിൻ്റെ അടുത്തെങ്ങാനും എത്തിക്കാനെങ്കിലും നിന്നെക്കൊണ്ട് സാധിക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ദേവയാനി. അത് കേട്ട ഉടനെ നമ്മുടെ നയന പറയുകയാണ്, ആ ഡിസൈൻ അന്നേരം വരച്ച ആ ഒരു ഡിസൈൻ്റെ അതേപോലെ എത്തിക്കാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല, പക്ഷേ അതിൻ്റെ അടുത്തൊക്കെ എത്തിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും. ചിലപ്പോൾ ഇനി വരയ്ക്കുന്ന ഡിസൈൻ അതിനേക്കാൾ മനോഹരമാവാനും സാധ്യതയുണ്ട് എന്നിങ്ങനെ നമ്മുടെ നയന പറയുകയാണ്. ഇതൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജലജയുടെ അടുത്ത് നമ്മുടെ ആദർശം നമ്മുടെ നയനയും നിൽപ്പുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജലജ പറയുകയാണ്, നീ എന്നെ മനഃപൂർവ്വം കൊച്ചാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്, നീ എന്നെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെയുള്ള ന്യായങ്ങളൊക്കെ പറയുകയാണ് നമ്മുടെ ജലജ. അപ്പോൾ നമ്മുടെ നയന പറയുകയാണ്, ഞാനങ്ങനെ ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ലെന്ന് ആദർശേട്ടനെ അറിയാം, അല്ലെങ്കിൽ ആദർശേട്ടനോട് ചോദിച്ചു നോക്ക്, ഞാൻ അങ്ങനെ ആരെയെങ്കിലും മനഃപൂർവ്വം ദ്രോഹിക്കാനോ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആളാണോ എന്നിങ്ങനെ ആദർശേട്ടനോട് ചോദിച്ചു നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. തൊട്ടടുത്ത് ആദർശ് നിപ്പുണ്ട്. പിന്നെ അതേപോലെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പിന്നീട് നമ്മുടെ ആദർശും നയനയും കൂടിയാണ്. അവരുടെ ബെഡ്റൂമാണെന്ന് തോന്നുന്നു. നമ്മുടെ ആദർശ് ഇങ്ങനെ തെറ്റി ഇങ്ങനെ വീഴുകയാണ്, നമ്മുടെ നയന ഇങ്ങനെ ആദർശിൻ്റെ മേലൂടെ ഇങ്ങനെ വീഴുകയാണ്. തൊട്ടപ്പുറത്ത് വന്നിട്ട് നമ്മുടെ ജലജയും, വാതിലിൻ്റെ അവിടെ വന്നിട്ട് നമ്മുടെ ജലജയും അതുപോലെ തന്നെ നമ്മുടെ നവ്യയും അത് നോക്കി നിന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഇതാണ് ഇന്നത്തെ പ്രൊമോ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്. ആരും മിസ് ചെയ്യരുത്. എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് കാണാൻ റെഡി ആയിട്ടിരിക്കണം. അല്പസമയം കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ ഓടി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.